വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോളിഗൺ അല്ലേ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2ൽ കൂടുതൽ ആംഗിളുകൾ വരുന്നത് അല്ലേ, രണ്ടിൽ കൂടുതൽ ആംഗിൾസ് വരുന്നതാണ് ബഹുഭുജങ്ങൾ അല്ലെങ്കിൽ പോളിഗൺ എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ട്രയാങ്കിള് ക്വാഡ്രിലേറ്റർ അല്ലേ, പിന്നെ പെൻഡഗണ് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഒരു പാർട്ടിൽ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ അത്രയും സമയം പോവും. അതുകൊണ്ട് നമ്മൾ പാർട്ട് 2-നകത്തിൽ എന്താണ് ഔട്ടർ ആംഗിൾ, നമ്മുടെ പേജ് നമ്പർ 66-നകത്തിൽ ഔട്ടർ ഓരോ പേജ് വെച്ചുമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. ഞാൻ എല്ലാം ഞാനിലെ കൊച്ചു പിള്ളേരോട് പറയുന്ന രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവാതെ ഇനി ഉണ്ടെങ്കിൽ നമുക്കൊരു റിവിഷൻ ചാപ്റ്ററായിട്ട് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. റിവിഷൻ നമുക്ക് 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ റിവിഷൻ ചാപ്റ്റർ ഇടാം. പരീക്ഷ വരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കിക്കേ, പുറം കോണുകൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് എന്താണ് പേജ് നമ്പർ 66-ലെ എല്ലാ പേജ് നമ്പറും നമ്മൾ കവർ ചെയ്താണ് പോകുന്നത് കണ്ടോ. നമ്മൾ പഠിച്ച രീതി വെച്ചിട്ടേ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളെ, 3 സൈഡുകളും 3 ആംഗിൾസും ഉള്ളതിനെയാണ് നമ്മൾ ട്രൈ ആംഗിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയുന്നത്. 3 സൈഡുകളും അല്ലെ വശവും 3 ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളും ഉള്ളതിനെയാണ് അല്ലേ, സൈഡും ആംഗിൾസും വശവും കോണുകളും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രികോണം. രണ്ടും എന്താ 3 എണ്ണം വീതമുണ്ട് അല്ലേ. നോക്കിയേ, 1 2 3 1 2 3 3 സൈഡും 3 ആംഗിളും ഓക്കെ ആണോ. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് പറയുക, ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വെളിയിൽ അല്ലേ, പുറത്തുള്ള കോണുകൾ, പുറം കോണുകൾ. അപ്പം നോക്കിയോ നിങ്ങളെ, ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിയോ, ഒരു ത്രികോണത്തിൻ്റെ മെഷർ എപ്പോഴും എത്രയാവും നിങ്ങളെ, ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും നമ്മൾ ഓർത്തോണം. എത്രയാവും നിങ്ങളെ, 180 കേട്ടോ. എത്ര, 180. നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റിൽ തന്നിരിക്കുന്ന വശങ്ങളാണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. 180. നോക്കിക്കേ, 75 45 60 കേട്ടോ. ഇനി ഇവിടെ ഏതാണെങ്കിലും കുഴപ്പമില്ല, 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം കേട്ടോ. 180 ആണെങ്കിൽ എന്താ, അതൊരു ട്രയാങ്കിൾ, ഒരു ത്രികോണമാണ്. ഇവിടെ 75 45 60 ഇത് 3 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 180 അല്ലേ. അപ്പോൾ ഒരു ത്രികോണമാണ്. നമ്മളോട് പറഞ്ഞ എന്താ, ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണുകളെ കുറിച്ചാണ് നോക്കാം. നമ്മളെ ആംഗിളുകളെ കുറിച്ച് പഠിച്ചപ്പോൾ കണ്ട ഇങ്ങനെ ഇരിക്കുന്ന ആംഗിളുകളുണ്ട് കേട്ടോ, അക്യൂട്ട് ആംഗിൾ എന്ന് പറയും അല്ലേ. നേരെ ഇരിക്കുന്നതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. പിന്നെ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മളെന്താ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നൊക്കെ പറയും കേട്ടോ. ഇനിയല്ല, നേരെ ഇരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് ആംഗിൾ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിലും ഒന്ന് കേട്ട് വെച്ചേക്കണേ, നിങ്ങളെ മനസ്സിലാക്കണേ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഈ 90 നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ കേട്ടോ, മട്ടകോണം എന്നൊക്കെ പറയും കേട്ടോ. നേരെയാണ് നോക്കി, ഇത് 90 ഡിഗ്രിയാണ് കറക്റ്റ് ഇതിന് പറയുന്നത്. 90 ഒന്ന് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ, 90 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാട്ടിൽ ഇത് നേരെ ഇരിക്കുക, ഒന്ന് കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ 90-നേക്കാൾ കുറവാണ്, 90 ഡിഗ്രി അല്ലേ, ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയാൽ കുറവാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ എന്നാണ് അതിന് പറയുന്നത്, അക്യൂട്ട് കേട്ടോ. ഇത് നേരെ ഇരുന്നുകൊണ്ട് അതിനെ എന്താ, റൈറ്റ് ആംഗിൾ, റൈറ്റ് ട്രയാങ്കിൾ കേട്ടോ, റൈറ്റ് ട്രയാങ്കിൾ. ഇത് നോക്കിക്കേ, ഇത് മലന്ന് ഇങ്ങനെ ഉണ്ടൊക്കെ 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഇനി നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ എന്താ പറയുന്നത് അറിയോ, ഇപ്പോൾ ഇവിടെ ഒരു കുത്തുണ്ട്, നേരെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ആംഗിളിനെ സ്ട്രെയിറ്റ് ആംഗിൾ എന്നാവും നിങ്ങളെ പറയുന്നത്. എന്താണ് സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നോക്കിക്കേ, ഇത് നേരെ വരച്ചിരിക്കുക അല്ലേ. ഇങ്ങനെ ഈ നേരെ വരയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർത്തോണേ, അതെന്താണ്, സ്ട്രെയിറ്റ് ആംഗിളാണ്. ഈ ക്ലൂ പഠിച്ചു വെച്ചേക്കണേ നിങ്ങളെ, സ്ട്രെയിറ്റ് ആംഗിളാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആണ്, നേരെ ഒരു വളവും ഇല്ല, തിരിവില്ല, ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ആ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എത്ര എന്നാണ് പറഞ്ഞത്, 180 ഡിഗ്രിയാണ്. ഒരു സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, 180 ഡിഗ്രിയാണ്. നോക്കിക്കേ, ഇതൊരു സ്ട്രെയിറ്റ് ആംഗിളാണ്. ആ സ്ട്രെയിറ്റ് ആംഗിളിനകത്തിലാണ് ഈ വര പോയേക്കുന്നത് അല്ലേ. ലീനിയർ പെയർ എന്നൊക്കെ പറയും, രേഖീയ ജോഡി. അപ്പോൾ ഇതിനകത്തില്ല നോക്കിയേ, ഈ ഒരു വശം ഇത്രയും മാത്രം നമുക്ക് തന്നിട്ടുണ്ട്, 60 ഡിഗ്രി. മനസ്സിലാക്കി പഠിക്കണേ കേട്ടോ. ഇത് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും ഇതെങ്ങനെ വന്നു എന്നൊരു ചോദ്യം, ആ ഡൗട്ട് അങ്ങ് മാറ്റാൻ വേണ്ടി ഞാൻ അത്രയും അങ്ങ് പറഞ്ഞതാവും നിങ്ങൾ കേട്ടോ. ഇതെങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് ചില ആൾക്കാർക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ്. നേരെ ഇരിക്കുന്ന ആംഗിളിനെ നമ്മൾ എന്താ, സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇപ്പം നേരെ ഇരിക്കുന്ന ഇവിടെ ഒരു കുത്തുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെഷർ 180 180 ഡിഗ്രിയാണ്, സംശയമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നോക്കി ഇത്രയും ഭാഗം മാത്രം നമുക്ക് തന്നിട്ടുണ്ട്, 60. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇങ്ങോട്ടാണ് ഇതിൻ്റെ നീളം, ഇവിടെ മാത്രം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോ ചെയ്താൽ മതി, 180-ൽ നിന്നും നമുക്ക് എത്രയാണോ തന്നിരിക്കുന്നത് ഈ അകത്തെ വശം, ഈ
എന്താ ഔട്ടർ എന്ന് വെച്ചാൽ വെളിയിലുള്ളതല്ലേ കുഞ്ഞുങ്ങളെ. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ഒന്നും ഇനി പറയുന്നുണ്ട്. ടെസ്റ്റ് ആർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇന്നർ എന്ന് വെച്ചാൽ അകത്ത് അല്ലേ, നമ്മൾ ഇന്നർ ബനിയൻ ഇടത്തില്ലോ, ഇന്നർ അല്ലേ. ആ ഇന്നർ എന്ന് വെച്ചാൽ അകത്തുള്ളത്, ഔട്ടർ എന്ന് വെച്ചാൽ വെളിയിലുള്ളത്. അപ്പം വെളിയിലുള്ള നോക്കിക്കേ 180 മൈനസ് അകത്തുള്ള 60. 180 നിന്ന് 60 പോയാൽ എത്രയാണ്? 120. 120 ഡിഗ്രിയാണ് ഇവിടുത്തെ. നമ്മളോട് ചോദിച്ചാൽ എത്രയാണ് ഇവിടുത്തെ ഔട്ടർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. 120 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഒരു സ്ട്രെയിറ്റ് ആംഗിളിൻ്റെ മെഷർ എപ്പോഴും എത്ര നിങ്ങളെ? 180 ആണ്. നമ്മളോട് ചോദിച്ചാൽ എത്രയാണ്? 60 ഇന്നർ ആംഗിൾ എങ്കിൽ ഇതിൻ്റെ വെളിയിലെ ആംഗിൾ, ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണ് എത്ര ആണെന്നാണ് 120ൻ്റെ സംശയം അറിയോ നിങ്ങളെ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ വേറൊരു പടം വരച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് നോക്കിയേ സ്ട്രെയിറ്റ് കണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയേക്കുക, കണ്ടോ? ഇവിടെ ഇത്രയും ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഏതാണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയേക്കുക. ഇവിടെ നോക്കിക്കേ സ്ട്രെയിറ്റ് ആയിട്ട് പോയേക്കുക. സ്ട്രെയിറ്റ് നിങ്ങൾ എപ്പോൾ കണ്ടോ അത് 180 ആണെന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഇതിൻ്റെ താണ്ട് ഇവിടം വരെ തന്നിട്ടുള്ളൂ. അപ്പോഴേ എന്ത് ചെയ്യണം? 180 മൈനസ് 60 അല്ലേ, 180 നിന്നും 60 കുറയ്ക്കുക. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇതും ഇത്രയേ ഉള്ളൂ. ഇതൊരു സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ ഈ പോയേക്കുന്നത്, ഇവിടം വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആവത്തില്ലേ? ഇല്ലേ? അപ്പോൾ എന്ത് വയ്ക്കണം? 180 മൈനസ് 75. മനസ്സിലാക്കണേ. ഇവിടെ നോക്കിയേ സ്ട്രെയിറ്റാണ് പോയേക്കുന്നത്, ഇവിടം വരെ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താ? 180 മൈനസ് 45. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 180 വന്നത് എങ്ങനെയാണെന്നറിയോ? സ്ട്രെയിറ്റ് ആംഗിൾ എവിടെ, സ്ട്രെയിറ്റ് ലൈൻ എവിടെ കണ്ടാലും നിങ്ങൾ 180 പിടിച്ചോണം കേട്ടോ. അതായത് പിടിവിടരുത്. ആ 180യിൽ നിന്നും എത്ര ആണോ നമുക്ക് ഇന്നർ ആംഗിൾ, ഇന്നർ എന്ന് വെച്ചാൽ എന്താ? അകക്കോണുകൾ എത്ര ആണോ തരുന്നത്, അകത്തുള്ള കോൺ എത്ര ആണോ തരുന്നത് അതങ്ങ് കുറച്ചാൽ മതി കേട്ടോ. 180 നിന്നും 60 കുറച്ചാൽ എത്ര ആവും നിങ്ങളെ? 120 അല്ലേ മുമ്പ് നമ്മൾ ചെയ്താൽ അല്ലേ? 120 അപ്പോൾ ഇവിടെ കിട്ടി. ഇവിടെ നോക്കിയാൽ 180 നിന്നും 75 അങ്ങ് പോയാലോ? 105 വരുന്നത് കേട്ടോ. 105 105 ഡിഗ്രി. അപ്പോൾ അവിടെയും കിട്ടി. ഇവിടെ നോക്കിയാൽ 180 നിന്നും 45 പോയാലോ? 135 കേട്ടോ. 5 5 10 4 3 7 8 ഓക്കെ 135. അപ്പം നമുക്ക് എന്തോ കിട്ടി നോക്കിക്കേ? ഇന്നർ ആംഗിൾ ഒക്കെ കിട്ടിയില്ലയോ നിങ്ങളെ? ഇന്നർ ആംഗിൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഔട്ടർ ആംഗിൾ കിട്ടി നോക്കിയേ, 120 കിട്ടി. ഇവിടെ 135 കിട്ടി. ഇവിടെ 105 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? നമ്മുടെ ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങളാണ് ഇതെല്ലാം. കണ്ടോ, ഞാൻ ടെസ്റ്റിനകത്തിലെ കവർ ചെയ്താണ് ഈ പോകുന്നത്. ഈ 120 കിട്ടിയതും ഒക്കെ നമ്മുടെ ടെസ്റ്റിലെ ആണേ കേട്ടോ. ഓക്കെ ആണോ? ആണോ? ഇപ്പം നമുക്കിനി അടുത്ത ഇത് നോക്കാമേ. നല്ലപോലെ നോക്കണേ നിങ്ങളെ, മനസ്സിലാക്കി പോണേ. ഇനിയും ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയ്ക്കാണെന്ന് നമുക്കൊന്ന് നോക്കിയോ നിങ്ങളെ. ഇവിടെ നമുക്ക് ഈ ഔട്ടർ ആംഗിൾ എത്ര കിട്ടി? ഇവിടെ കിട്ടിയ എത്ര നോക്കിക്കേ? 120 കിട്ടിയത് ഇവിടെ അല്ലേ. ഇനി നോക്കിക്കേ ഇവിടെ എത്ര കിട്ടിയത്? 105 അവിടെ കിട്ടിയത്. ഇവിടെ നോക്കിയോ നിങ്ങളെ, 135 അവിടെ കിട്ടിയത്. നോക്കണേ, നമുക്ക് കിട്ടിയ ഔട്ടർ ആംഗിളുകൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഔട്ടർ എന്ന് വെച്ചാൽ വെളിയിലെ പുറം കോണുകൾ നമുക്ക് എത്രയ്ക്കാണ് കിട്ടിയെന്ന് നോക്കിയേ? 120 105 135. അതായത് 120 105 135. ഇത് ഇത്രയും വിശാലമായിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓരോന്നും എങ്ങനെ വന്നു, 180 ഇത് എവിടെ നിന്ന് വന്നു കേട്ടോ. ഒരു ആംഗിൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറവും ഇപ്പുറത്തെയും കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. 5 5 10 3 2 5 1 6 1 2 3. നോക്കിക്കേ കുഞ്ഞുങ്ങളെ എത്ര ഇവിടെ വന്നേന്ന്. എത്ര കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ഔട്ടർ ആംഗിൾ നമുക്ക് കിട്ടിയത്? 360 കേട്ടോ. നല്ലപോലെ അതൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. ഏതൊരു ട്രയാങ്കിളിൻ്റെയും നല്ലപോലെ അത് മനസ്സിലാക്കണേ. ട്രയാങ്കിളിൻ്റെ ഏതൊരു ത്രികോണത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ തുക, വെളിയിലുള്ള അതായത് പുറം കോണുകളുടെ സമ്മെന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? സം ഓഫ്, നല്ലപോലെ മനസ്സിലാക്കണേ, സം ഓഫ് ഔട്ടർ എന്ന് വെച്ചാൽ വെളിയിലെ ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 360. ഈ 360 കിട്ടിയതാണെന്ന് ഡൗട്ടില്ലല്ലോ. 360 ഡിഗ്രിയാണ് കേട്ടോ. ഡിഗ്രിയിലല്ലേ എല്ലാം. നോക്കിക്കേ, കോണല്ലേ, ആംഗിൾസ് അല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ?
ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? സംശയം ഒന്നും ബാക്കി വെക്കരുത്, മനസ്സിലാക്കി പോകണം കേട്ടോ. ഇതെങ്ങനെയാണ് കിട്ടിയത്? സ്ട്രൈറ്റ് ആംഗിൾ ആയിരുന്നു. നമുക്ക് 180, സ്ട്രൈറ്റ് എവിടെ കണ്ടാലും 180 ആണ്. 180 നിന്ന് അകത്ത് തരുന്ന കോണുകൾ എത്രയാണോ അത് കുറയ്ക്കുക, 120. ഇവിടെ ഞാനത് 3 പുറം കോണുകൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 180 നിന്നും ഇന്നർ ആംഗിൾ അങ്ങ് കുറച്ചാൽ മതി. 180 നിന്ന് ഇവിടെ 60 60 കുറച്ചു, 180 നിന്ന് 75 75 കുറച്ചു, 180 45 45 കുറച്ചു. അപ്പം നമുക്ക് 3 ഇത് കിട്ടി. ആ 3 എണ്ണം കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ 360 കിട്ടി അല്ലേ? 3 എണ്ണമല്ലേ നമുക്ക്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട ഏതാണെന്നറിയോ? ഒരു ട്രയാങ്കിളിൻ്റെ ഇനി നിങ്ങളൊന്നുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇതിനകത്തിലൊരു കാര്യം കൂടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ അറിയേണ്ട എന്തോന്ന് പറഞ്ഞാൽ അതെ, ഒരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എത്ര? ഇവിടെ 180 ആയിരുന്നു, ഇവിടെയും 180, ഇവിടെയും 180 അല്ലേ? സംശയമുണ്ടോ? ഇത് 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180, ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180. അങ്ങനെ മൊത്തം എത്ര 180 ഉണ്ടോ നിങ്ങളിവിടെ? എത്ര എണ്ണം ഉണ്ട്? എത്രയുണ്ട്? പുറത്തേ നോക്കിക്കേ, ഇവിടെ 180, രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 180 180. അപ്പോൾ എങ്ങനെയാണെന്നറിയോ? 180 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ടെന്നോ. 1 2 3 വന്നാൽ എങ്ങനെയാണെന്ന് സംശയമില്ലല്ലോ. ഇവിടെ ഒരു 180, ഇവിടെ ഒരു 180, ഇവിടെ ഒരു 180. അപ്പം 180 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 180 × 3 540 കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഇൻറ്റീരിയർ ഇൻറ്റീരിയർ അല്ല, ഔട്ട്, വെളിയിൽ കിടക്കുന്നതല്ല, വെളിയിൽ കിടക്കുന്നതല്ലേ കുഞ്ഞുങ്ങളെ? 180 180 180 180 × 3 540. ഈ 540 നിന്നും നമുക്ക് അകത്തുള്ള 180 അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 360 വരും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഏത് രീതി വേണമെങ്കിലും 360. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഒരു ട്രയാങ്കിളിൻ്റെ ആ ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാം, 1 2 3 ഇങ്ങനെ കൂട്ടി എഴുതാം. അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടോ, ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 എണ്ണം, അപ്പോൾ അതിനെ 540 കിട്ടി. ആ 540നെ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 ആ 180 കുറച്ചാൽ 360 കിട്ടും. നിങ്ങൾക്ക് ഏത് രീതിയാണോ അത് മനസ്സിലായത് ആ രീതി പഠിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പഠിക്കാവൂ എന്നൊന്നും പറയുന്നില്ല. ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്രയും കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ട്രയാങ്കിളിൻ്റെ പുറംകോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ കാണപ്പെടുന്നത് എങ്ങനെയാണ്? 180 നിന്ന് ഏത് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോണുകൾ അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ 3 എണ്ണത്തിൻ്റെയും ഞാൻ തന്നായിരുന്നു. 3 എണ്ണം, 2 എണ്ണം തരാം, 3 എണ്ണം തരാം, 1 എണ്ണം തരാം. ഏത് തന്നാലും എന്താ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടത്? 180 നിന്നും അകക്കോൺ എത്ര ആണോ നമുക്ക് തന്നിരിക്കുന്നത് അത് അങ്ങ് കുറച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടും. പിന്നെ ഏതൊരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ എപ്പോഴും എന്ന് വെച്ചാൽ അതിൻ്റെ എന്ന് പറയുന്നത് 360 ആയിരിക്കും. അത് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. എന്തോത്തിൻ്റെയാ? ട്രൈ ആംഗിളിൻ്റെ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ. അത് നല്ലതുപോലെ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഏതുറക്കത്തിൽ ചോദിച്ചാലും അത് പറഞ്ഞു കേൾപ്പിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ ഒരു മാർക്കിനൊക്കെ ഒരുപാടെടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ ഔട്ടർ ആംഗിൾ എത്രയാണ്? മിക്ക ഉള്ളവരെല്ലാം ട്രയാങ്കിൾ എടുത്തെടുത്ത് ഞാൻ പറയുക. ആര് ട്രയാങ്കിളിൻ്റെ എന്ത് ചോദിച്ചാലും 180 എഴുതി വെക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ തെറ്റുന്നോ അവിടെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ മെഷർ ഔട്ടർ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 180 ആണ്. ഒരു 100ൽ ഒരു 50 പേരും എഴുതി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ അകത്തെ മെഷർ ആകും നിങ്ങളെ 180, ഔട്ടർ ആംഗിൾ 360. ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ നിങ്ങളുടെ ഒരു ബോക്സിനകത്തിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെയും അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും തുക ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെയും അകക്കോണിൻ്റെയും പുറംകോണിൻ്റെയും തുക 180 ആയിരിക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അതായത് നമ്മളെന്താണ്ട് ഇവിടെ 60ഉം അകക്കോണും പുറംകോണും എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആണെന്നാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല അല്ലേ? ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ പുറംകോൺ മറ്റ് 2 മൂലയിലെ അകക്കോണുകളുടെ തുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ പുറംകോൺ മറ്റ് 2 മൂലയിലെ അകക്കോണുകളുടെ തുകയാണ്. നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒന്ന് വരയ്ക്കാം.
ഇവിടെ നോക്കിയോ നിങ്ങളെ, ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ പുറംകോൺ, ഇവിടെ നമുക്ക് ഈ ഒരു പുറംകോൺ നമുക്കൊന്ന് എടുക്കാം. നോക്കണേ, മനസ്സിലാക്കണേ. ഏത് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു കോർണർ, അതായത് മൂലയിൽ അല്ലേ, കോർണറിലെ പുറംകോൺ മീൻസ് ഇതാണ് ഇതിൻ്റെ പുറംകോണെന്ന് വിചാരിക്കാം. 3 ഉണ്ട്, നമുക്ക് ഇതെടുക്കാം. പുറംകോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറംകോൺ ആദ്യം കണ്ടുപിടിക്കണം. പുറംകോൺ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 50 അല്ലേ. 180 50 പോയാൽ 130. സംശയമുണ്ടോ? 180 നമ്മളിത് കണ്ടുപിടിച്ചു അല്ലേ. 180 50 പോയാൽ 130. അവർ പറയുന്നത് ഈ പുറംകോണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രണ്ട് മൂലയിൽ എന്ന് വെച്ചാൽ ഇതല്ലേ കുഞ്ഞുങ്ങളെ, ഇത് നമ്മളിപ്പോൾ എടുത്തു. മറ്റ് 2 മൂലയെന്ന് വെച്ചാൽ ഇവർ രണ്ടും അല്ലേ. ഈ മൂലയിലെ കോണുകളുടെ തുകയാണെന്ന് നോക്കാം. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 70 അല്ലേ. 70. ഇവിടെ എത്ര? 60. 70 6 എത്ര? 130 ആയില്ലേ. അവരാ പറഞ്ഞ കൺസെപ്റ്റ് ശരിയല്ലേ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരു ത്രികോണമാണ് അല്ലേ, നല്ല രീതിയിലൊന്നും അല്ല വരച്ചെങ്കിലും ത്രികോണമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിലെ ഒരു മൂലയിലെ പുറംകോൺ മീൻസ് ഈ മൂല ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. ഇനി ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഇനി ഇത് കിട്ടിയ മനസ്സിലായില്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇത് 60 60 180 മൈനസ് 60 ഈസിക്കൽ ടു 120 അല്ലേ. 120 അല്ലേ, സംശയമില്ലല്ലോ. അവർ പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള കോണുകൾ, ഇതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോണുകൾ ഏതൊക്കെയാണ് നിങ്ങളെ? 70 50 അല്ലേ. 7 5 എത്ര? 8 9 10 11 12 120 അല്ലേ. കണ്ടോ, ഇത് രണ്ടും എന്താ? സെയിം ആണ്. ഇവർ ഓരോ കൺസെപ്റ്റ് പറയുന്നതും പഠിച്ച് പോവുക കേട്ടോ. ഒന്നാമത് പറഞ്ഞത് ഏത് ത്രികോണത്തിലും ഓരോ മൂലയിലെയും അകക്കോണിൻ്റെയും പുറം കോണിൻ്റെയും തുക നോക്കിയേ, ഇത് 3 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 180 കിട്ടുന്നത്. ഇവിടെ നോക്കിയേ പുറം കോണ്, ഇത് നമുക്ക് എന്താ 180 നമ്മൾ ചെയ്യുന്നത് 180. നോക്കി 2 കൂടെ കൂട്ടുമ്പോൾ 180 വരും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത്തെ എന്താ പഠിച്ചത്? ഒരു ത്രികോണത്തിലെ ഒരു മൂലയിലെ ഏതെങ്കിലും ഒരു മൂല, ഒന്ന് ഇതെടുക്കാം, അതല്ലെങ്കിൽ ഇതെടുക്കാം, അതെങ്കിൽ ഇതെടുക്കാം, ഏത് വേണമെങ്കിലും എടുത്തോ കുഞ്ഞുങ്ങളെ. അതിൻ്റെ പുറം കോണെന്ന് പറയുന്നത് എത്രയാണോ, നമുക്ക് ഇവിടെ 120 ആയിരുന്നു, ആ 120 തന്നെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 എണ്ണം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതെന്ന്. ഇനി നമുക്ക് ഇതെടുത്താലും നോക്കി 70, അപ്പോൾ ഇവിടെ 110 വരും. ഈ 110 തന്നെയാണോ മറ്റേ 2 കോണും കൂടെ കൂട്ടുമ്പോൾ? നോക്കി 60 50 കൂടെ കൂട്ടുമ്പോഴും 110 തന്നെയല്ലേ. അതാണ് അവർ പറഞ്ഞത്. ഓക്കെ ആണോ? അത് നമ്മുടെ ഇതെല്ലാം ടെസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇതൊക്കെ ടെസ്റ്റിലെ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ പുറംകോൺ മറ്റു മൂലയിലെ അകക്കോണുകളുടെ തുകയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മനസ്സിലാക്കി പോണേ കേട്ടോ. അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബാക്കടിച്ച് കാണണം. ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും അറിഞ്ഞാൽ മതി കുഞ്ഞുങ്ങളെ. ഇതിനകത്തിൽ കൂടുതലൊന്നുമില്ല. നിങ്ങൾ ഇന്നർ ആംഗിൾ എത്ര നോക്കുക കുഞ്ഞുങ്ങളെ, എളുപ്പ വഴിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, പുറം കോൺ അല്ലെ ഔട്ടർ ആംഗിൾ കാണുമെങ്കിൽ 180 നിന്നും നമ്മുടെ ഇന്നറിനകത്തിലെ എന്ന് വെച്ചാൽ ഏത് സൈഡാണ് എടുക്കുന്നത് വെച്ചാൽ അവിടെ കിടക്കുന്നത് വെച്ചാൽ അങ്ങ് കുറച്ച് കാണിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ ക്ലൂ ആണ്, ഒരു ത്രികോണത്തിൻ്റെ എക്സ്റ്റീരിയർ അല്ല ഔട്ടർ ആംഗിൾ അല്ലേ. ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് വെച്ചാൽ പുറം കോണെന്ന് പറയുന്നത് 360 മറക്കല്ലേ. എടുത്തെടുത്ത് ഞാൻ പറയുവാണ്, ത്രികോണത്തിൻ്റെ പുറം കോണുകൾ മൊത്തോടെ കൂട്ടുമ്പോൾ എത്ര വരണം? 360. അകമെല്ലാം കൂടെ കൂട്ടുമ്പോൾ 180. മറക്കരുത്. എടുത്തെടുത്ത് ഞാൻ പറയുക കേട്ടോ. അതും തെറ്റിച്ചിട്ട് വീട്ടിൽ വരുവാണെങ്കിൽ അമ്മമാർ നല്ല പെരുക്കം കൊടുത്തേക്കണം കേട്ടോ. കാരണം ഇതൊരു 50 വട്ടം പറഞ്ഞത് പിന്നെ അല്ല. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തറിയോ? അപ്പം ത്രികോണത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആരാ? ക്വാഡ്രിലേറ്റർ അല്ലേ. ക്വാഡ്രിലേറ്ററിൻ്റെ കണക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഇതൊരു ക്വാഡ്രിലേറ്ററാണ്. ഇവിടെ നോക്കിക്കേതാണ്ടേ 1, ഇവിടുന്ന് ഇങ്ങനെ ആയപ്പോൾ 2, ഇവിടുന്ന് ഇങ്ങനെ 3, ഇവിടുന്ന് ഇങ്ങനെ 4. ഇതെങ്ങനെയൊക്കെയാണ് വന്നതെന്ന് അറിയാമല്ലോ ഇല്ലേ. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊരു മെഷർ അത് എത്രയൊക്കെയോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒക്കെ കൊടുത്തെന്ന് വെച്ചോ. നമുക്കറിയാം ക്വാഡ്രിലേറ്ററിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ ആദ്യമേ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതാണ് ഫസ്റ്റ് പാർട്ടിൽ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അറിയാം. ഇവിടെ എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? 4 എണ്ണോ എന്നാൽ ക്വാഡ്രിലേറ്റർ ആകുമ്പോൾ 4. അപ്പോൾ നമ്മൾ പഠിച്ച രീതി വെച്ച് 180 × 4 എത്ര? 720. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതാണ്. ട്രയാങ്കിൾ ആയപ്പോൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 180 ആണ് കേട്ടോ. ക്വാഡ്രിലേറ്റർ ആയപ്പം 180 × 4 720 വന്നേ എന്തോന്നറിയോ? ഈ 2 എണ്ണവും കൂടെ ആണേ. വല്ലോ മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ അകക്കോണും പുറക്കോണും കൂടെ നമുക്ക് എത്ര? 180
അല്ലേ? ഇവിടെ അകവും പുറവും കൂടെ ആയപ്പം 180 അകവും പുറവും കൂടെ കൂട്ടുമ്പോൾ 180 മുമ്പ് നമ്മളിത് ചെയ്തില്ലേ? ഇത് അകവും പുറവും കൂടെ കൂട്ടിയപ്പോൾ 180 അല്ലേ? ഇവിടെ അകവും പുറവും കൂടെ കൂട്ടിയപ്പോൾ അതാ ഇവിടെ പറഞ്ഞത്. ഇത് ട്രയാങ്കിൾ, ഇത് ക്വാഡ്രിലേറ്റർ. ഇവിടെ നോക്കിയാൽ അകവും പുറവും കൂടെ ആയപ്പം 180. ഇതാവും നിങ്ങളെ സംഭവം 180. അങ്ങനെയാണ് 180 ഇൻറ്റു എത്ര 4 180 ചേരുന്നതാണ് 720. മനസ്സിലായോ? ഇനി നമ്മൾ 720 കിട്ടി. ഇനി നോക്കൂ നിങ്ങളെ, ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ, ഇൻറ്റീരിയറിന് എപ്പോഴും എനിക്ക് വരത്തുള്ളൂ ഇന്നർ ആംഗിൾ അല്ലേ? അകക്കോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരുന്നു? 360. ഇന്നലെ നമ്മൾ പഠിച്ചത്, ഇന്നലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ പാർട്ടി പഠിച്ചതാണ് നിങ്ങളെ 360. ട്രയാങ്കിളിൻ്റെ 180, 180, ക്വാഡ്രിലേറ്ററിന് 360 360. അപ്പോൾ ഈ 720 വന്നതിന് സംശയമില്ലല്ലോ. 180 180 180 180 അല്ലേ? അതാണ് 720. ആ 720 നിന്നും നമ്മൾ ആ 360 അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത്ര കിട്ടും കുഞ്ഞുങ്ങളെ. അന്നേരവും നമുക്ക് എന്താ 360 കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ഒരു പോളിഗണിലെ ബഹുഭുജത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 360 കുഞ്ഞുങ്ങളെ. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കടന്ന് ഈ പറയുന്നത്. എന്താ? ഒരു പോളിഗണിൻ്റെ അല്ലെ ഒരു ബഹുഭുജത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എന്തുവാ ഈ ഔട്ടർ ആംഗിൾ എന്ന്, എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ആയി പോവുക നിങ്ങളെ. രണ്ടും ഒന്ന് തന്നെ, അകത്തെയും പുറത്തെ. എന്നാലും നിങ്ങൾക്ക് പറഞ്ഞത് ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും ആട്ടോ. ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? 360. നമ്മൾ ട്രയാങ്കിളിൻ്റെ പഠിപ്പിച്ചപ്പോഴും എത്ര? 360 വന്നേ. അപ്പോൾ ഇത് ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ 4 സൈഡുള്ള ഏതിനെയും ഇപ്പോൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ എന്നല്ല നമ്മൾ കുറേ പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം എന്താ? 360. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറം കോണുകളുടെ തുക എത്ര നിങ്ങളെ? എത്ര? ഇവിടെ തന്നെ എഴുതി കാണിക്കാം. ഏതൊരു പേന വെച്ച് എഴുതി കാണിക്കാം. തെളിയുന്നുണ്ടോ? ഏതൊരു ബഹുഭുജം മീൻസ് എന്താ? ബഹുഭുജം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? പോളിഗൺ. രണ്ടിലും എഴുതുന്ന 2 പേർ കൂടാണ് പോളിഗൺ. ഏതൊരു പോളിഗണിൻ്റെയും, ഇത് മനസ്സിലറിയാൻ വേണ്ടി കേട്ടോ, ഏതൊരു പോളിഗണിൻ്റെയും എന്താ തുക, പുറം കോണുകളുടെ തുക അല്ലേ? ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക = 360 ഇത് കാണാതെ അങ്ങ് പുറം കോണം എന്ന് വെച്ചാൽ എന്താ? ഔട്ടർ ആംഗിൾ. അറിയാമല്ലോ, കേൾക്കുമ്പം തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ത്രികോണത്തിൻ്റെ ഈ ക്ലൂ ഒക്കെ പഠിച്ചുകൊണ്ടാവും നിങ്ങളെ. ത്രികോണം ഓരോന്ന് പഠിക്കുമ്പോഴും ട്രയാങ്കിളിൻ്റെ ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഇന്നർ അല്ലേ? നിങ്ങളെ അങ്ങനെ ഇന്നർ അകത്ത് എത്ര? 180. ട്രയാങ്കിളിൻ്റെ ഔട്ടർ ഈ ക്ലൂ പഠിച്ചാൽ മതി കേട്ടോ. ഔട്ടർ 360 കേട്ടോ. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ 180 ഔട്ടർ ആംഗിൾ 360. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? ക്വാഡ്രിലേറ്റർ 4 വശങ്ങളുള്ളതാണ് അല്ലേ? 4 വശങ്ങളുള്ളതിനെ എല്ലാം അല്ലേ ബഹുഭുജം അല്ലേ? അതിനെന്താ? ക്വാഡ്രിലേറ്ററിന് എത്രയാവും നിങ്ങളെ? അതിൻ്റെ ഇന്നർ എത്ര ആയിരിക്കും? ഇൻറ്റീരിയർ ആംഗിൾ 360. ഔട്ടറും എത്ര? 360 കേട്ടോ. ഔട്ടറിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ 360 കേട്ടോ. നമ്മളെ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ 2ഉം 360 വരുന്നതെന്ന്. 180 180 180 180 720 അല്ലേ? മൊത്തം 180ൻ്റെ ഇത് വെച്ച് പിന്നെ 720 ഈ 360 കുറയ്ക്കുമ്പോഴും 360. അത്രയേ ഉള്ളൂ നിങ്ങൾ. അങ്ങനെ ആണെങ്കിൽ ഇപ്പം നമ്മൾ 3 പഠിച്ചു, 4 പഠിച്ചു, 5 എണ്ണം വരുവാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? 3 4 5 ഞാൻ വരയ്ക്കാമേ. ഓക്കെ നിങ്ങളെ 5 എണ്ണം വന്ന ഒരെണ്ണം വരച്ചതാണ്. പടം കെട്ടത്തൊന്നും വിചാരിക്കട്ടെ കേട്ടോ. 5 എണ്ണം 5 വേണ്ടേ? നമ്മൾ 1 2 3 4 5 എണ്ണം കേട്ടോ. ഈ 5 എണ്ണം വരുമ്പോഴും നിങ്ങൾ എന്തോ ഓർത്താൽ മതി? ഇപ്പം നമ്മൾ ചെയ്ത രീതി വെച്ച് ചെയ്താൽ മതി. ഇതിലല്ലേ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? ഇതിപ്പോൾ 5 എണ്ണം വന്നപ്പോൾ 4 എണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. 5 6 7 10 20 30 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ ഇത്രയും നമ്മൾ തന്നെ വരയ്ക്കാൻ നമ്മൾ അത്രയും സമയം എടുത്തു. ഇപ്പോൾ 8 10 20 ഒക്കെ സൈഡ് വന്നാൽ നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ഓർമ്മയുണ്ടോ? ഏതായിരിക്കും? n-2 × 180 ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളേത്? കഴിഞ്ഞ പാർട്ടി പഠിച്ചതല്ലേ? ഇവിടെ n എന്ന് വെച്ചാൽ ഇവിടെ എത്ര ഉണ്ട്? നമുക്ക് 5 സൈഡ് അല്ലേ? സൈഡ് എത്ര എന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ n എന്ന് പറഞ്ഞത്. n-2 × 180 അല്ലേ? 5 ന്ന് 2 പോയാൽ 3 3 × 180 180 × 3 540 കേട്ടോ.
540 സംശയമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയോ? ഈ 540 അല്ല, മൊത്തം നമുക്ക് 540 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 180 5 കൊണ്ട്, കാരണം 5 വശമല്ലേ, 5 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? സൈഡാണ് നിങ്ങൾ, 5 സൈഡ് കേട്ടോ. ആ സൈഡ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 180 ഇൻറ്റു 5 എത്രയാണെന്നറിയോ? 900 ആണ്. മനസ്സിലാക്കി വേണേ പോവാൻ. ഈ 5ൽ നിന്ന് 2 കുറച്ചാൽ ഇതിൽ ഇക്വേഷൻ വെച്ച് നമ്മൾ ഓർമ്മയുണ്ടോ? ഈ ഇക്വേഷൻ ഉണ്ടോ? സൈഡ് എത്ര ആണോ ആ സൈഡേ മൈനസ് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ പാർട്ട് കണ്ടവർക്കറിയാം. അപ്പം 180 ഇൻറ്റു 5 900 ആവും. ആ 900ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 540 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 0, 10ൽ നിന്ന് 4 പോയാൽ 6, പിന്നെ ഇവിടെ 8, 8ൽ നിന്ന് 5 പോയാൽ 3. കണ്ടോ? അപ്പോഴും എന്താ വരുന്നത്? 360. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വരയ്ക്കാതെ പറയുക. 6 ആണെങ്കിലോ? 6. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 6 മൈനസ് 2 അല്ലേ ഇൻറ്റു 180. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് എത്ര സൈഡുകളുണ്ടോ, എത്ര വശങ്ങളുണ്ടോ, അതേ മൈനസ് 2 ഇൻറ്റു 180. 6ൽ നിന്ന് 4 പോയാൽ എത്ര? 4 ഇൻറ്റു 180 അല്ലേ? 180 ഇൻറ്റു 4 720. മനസ്സിലാവുന്നുണ്ടോ? 720 അല്ലേ? പിന്നെന്തോ ചെയ്യണം? ആ 720 നമ്മൾ ആ 6 വെച്ച്, അല്ല 180 6 വെച്ച് ഇൻറ്റു ചെയ്യണം. എത്ര നിങ്ങളെ? 6 വെച്ച് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോൾ എടുത്ത 6 സൈഡ് ആയതുകൊണ്ട്, ഇതിപ്പോൾ ഇത് 5 ആയതുകൊണ്ട് 180 5 കൊണ്ട്. മനസ്സിലായോ? മുമ്പലത്തെ 4 ആയതുകൊണ്ട് 180 4 കൊണ്ട് ചെയ്തിട്ട് ആ കിട്ടിയതിൽ നിന്ന് 360 കുറയ്ക്കുക. ഇവിടെ 5 ആയതുകൊണ്ട് എന്ത് ചെയ്തു? ആ 540 നിന്ന് 900 കുറയ്ക്കുക കേട്ടോ. ഇവിടെ എന്താ? 180 ഇൻറ്റു 6 0, 6, 8, 48, ശിഷ്ടം 4, 1080. അപ്പോൾ 1080ൽ നിന്ന് 720 അങ്ങ് കുറയ്ക്കുക. 0, 6, 2, 8, 10ൽ നിന്ന് 7 പോയാണ്ടോ 360. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും 360 തന്നെ വരും കേട്ടോ. ഇപ്പോൾ പിടി കിട്ടിയോ? ഇനി നമ്മുടെ അടുത്ത് 20 തന്നാലും നമ്മൾ എന്ത് ചെയ്യണം? 20 മൈനസ് 2 ഇൻറ്റു 180. പിടി കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിലേ നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് ചാടി കയറി അങ്ങ് എക്സർസൈസ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവണ്ടായോ? അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കുകളാണ് നമ്മുടെ ഇത്രയും സമയം വേസ്റ്റ് ആക്കിയത്. പക്ഷേ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് പടം എല്ലാത്തിനൊന്നും തരത്തില്ല കുഞ്ഞുങ്ങളെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബേസ് അറിയാൻ വേണ്ടി എല്ലാം വരച്ച്, ട്രയാങ്കിളിനാണെങ്കിൽ 3 ആണെന്നും, ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ അതിനെ 4 വെച്ച് ഇൻറ്റു ചെയ്തിട്ട് 360 കുറയ്ക്കണമെന്നും, പിന്നെ പെൻറ്റഗണ് അല്ലേ, പെൻറ്റഗൺ പഞ്ചഭുജം 5 വശമുള്ളതിനെ ഈ ഇക്വേഷൻ വെച്ച് ചെയ്തിട്ട് ആ കിട്ടിയതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. 6 ആണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ 10 ആണെങ്കിൽ 100 വശങ്ങളുള്ളതാണെങ്കിൽ എന്തോ ചെയ്യണം കുഞ്ഞില്ലേ? 100 മൈനസ് 2 ഇൻറ്റു 180 അല്ലേ? 100 ഇത് അപ്പോൾ 98 ഇൻറ്റു 180 എത്ര ആണോ കിട്ടുന്നത് അത്. എന്നിട്ട് എന്തോ ചെയ്യണം? 180 ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടോ? ചെയ്ത് തന്നെ പഠിക്കണം. കണക്ക് എപ്പോഴും ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ പേജ് നമ്പർ എത്ര നിങ്ങൾ ഇനി നമ്മൾ എക്സസൈസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ പേജ് നമ്പർ 72 എക്സർസൈസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത പാർട്ടി ചെയ്യാം കേട്ടോ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണേ. നാളെ നമുക്ക് അടുത്ത ബാക്കി പാർട്ട് ഇടാം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ 8ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ഇംഗ്ലീഷും ഹിന്ദിയും ഉള്ളത് കുഞ്ഞുങ്ങളെ 3ാമത്തെ ചാപ്റ്റർ ഇടാൻ സമയപരിധി കൊണ്ടാണ് ഞാനത് ഇട്ട് തരാം. ബാക്കിയുള്ള മാത്സും സോഷ്യലും സയൻസും എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി നോട്ട് വൃത്തിയായിട്ട് അന്നെന്നുള്ളത് അങ്ങ് എഴുതിയെടുക്കണം. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം ഓരോ ദിവസം കഴിയുന്നവരും ഓരോ ചാപ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറ. ഇനി ഇത് കട്ടിയായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എടുത്തൊന്ന് കാണണം. ഓരോ കണക്കുകളിലോട്ട് കയറുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങൾ വരും കേട്ടോ. നമ്മൾ 1ൽ പഠിച്ചതായിരിക്കത്തില്ല 2ൽ പഠിക്കുക, അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കണേ. ഓക്കെ നിങ്ങളെ താങ്ക് യു.